ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ഒരു സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. പിസ്സയുടെ ടേസ്റ്റിലുള്ളൊരു സ്നാക്സാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് മൈദയാണ്. ഞാൻ ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് 2 കപ്പ് മൈദ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതേപോലെ 1/4 ടീസ്പൂൺ നല്ല ജീരകം, ചെറിയ ജീരകം കൂടി ഇട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. എന്നിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും അതേപോലെ 1 ടീസ്പൂൺ പഞ്ചസാര, 1 ടീസ്പൂൺ ഈസ്റ്റും കൂടിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പാലൊന്ന് ചൂടായാൽ മതി. എന്നിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം കൂടിയിട്ടൊന്ന് പൊന്തി കിട്ടും കേട്ടോ. ഈ ഈസ്റ്റും പാലൊക്കെ കൂടിയിട്ടൊന്ന് മിക്സായിട്ടൊന്ന് പൊന്തി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സ് എടുക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ഒലിവ് ഓയിലോ ചേർത്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ പാലിൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് ചപ്പാത്തി മാവ് പരുവത്തിൽ ഒന്ന് കുഴച്ചെടുക്കണം. പക്ഷേ എനിക്കിവിടെ പാല് തികഞ്ഞില്ല, കുറവായി മാവ് പരുവത്തിന്. അപ്പോൾ ഞാനതിലേക്ക് കുറച്ചും കൂടി പച്ചവെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് എല്ലാം കൂടി ഒന്ന് കുഴച്ചിട്ട് ഒരു ചപ്പാത്തി മാവ് പരുവത്തിലാക്കിയിട്ട് അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ. എന്നിട്ട് മിക്സിയുടെ ജാർ എടുത്തിട്ട് അതിലേക്ക് 2 വറ്റൽമുളക്, ഉണക്കമുളക് എടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു മൂടി സൊറുക്ക് ഒഴിച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. പഴുത്ത തക്കാളിയാണ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു പാൻ അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് ഒന്നില്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കുക, 1 ടേബിൾ സ്പൂണോളം. എന്നിട്ട് നമുക്ക് ഗാർലിക്ക് ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു 6-7 ഗാർലിക്ക് ഞാൻ ഇവിടെ എടുത്തിട്ടുണ്ട് ചോപ്പ് ചെയ്തത്. അതൊന്ന് ഇട്ട് കൊടുത്തിട്ട് ഒരു ഗോൾഡൻ കളർ ആവുന്നവരെ നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ. അങ്ങനെ ഗോൾഡൻ കളർ ആയിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ മിക്സ് ഉണ്ടല്ലോ, തക്കാളിയുടെ മിക്സ്, അതൊഴിച്ചു കൊടുക്കാം. അതൊന്ന് വറ്റി വരട്ടെ കേട്ടോ. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, ആ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം. അതേപോലെ നമുക്ക് ഒർഗാന ചേർക്കണം. ഒരു 1/4 ടീസ്പൂൺ ഒർഗാന മതിയാവും കേട്ടോ. അതേപോലെ 2 ടേബിൾ സ്പൂണോളം ടൊമാറ്റോ കെച്ചപ്പും കൂടി ചേർത്തിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരു ചമ്മന്തി പരുവം, ഒരു പേസ്റ്റ് രൂപത്തിലായി കിട്ടണം കേട്ടോ നമുക്കത്. എന്നിട്ട് അതങ്ങനെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അതൊന്ന് മാറ്റി വയ്ക്കാം കേട്ടോ.
ഫ്രൈ ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത് നമുക്ക് എയർ ഫ്രയറിൽ വേണമെങ്കിൽ ചെയ്യാം, അതേപോലെ ഓവനിൽ ബേക്ക് ചെയ്തിട്ട് എടുക്കുകയും ചെയ്യാം കേട്ടോ. പിസ്സ ബേക്ക് ചെയ്തിട്ട് എടുക്കണ പോലെ. ഞാനിവിടെ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഓയിലാണ് ഫ്രൈ ചെയ്തിട്ട് എടുത്തേക്കുന്നത്. നല്ല ടേസ്റ്റാണ് കേട്ടോ, ചൂട് കൊടുക്കാൻ നല്ല ടേസ്റ്റാണത്. പിസ്സയുടെ ഒരു ഫ്ലേവറൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ വീട്ടിൽ നിങ്ങളിതൊന്ന് വൺ ടൈമെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ.